14 വയസ്സുള്ള വിദ്യാർത്ഥി ടിപ്പർ ലോറിടിച്ച് മരിച്ചു. അമിത വേഗത്തിൽ വന്ന ബസ് ഇടിച്ച് മധ്യവയസ്ക മരിച്ചു. നിയന്ത്രണം വിട്ട കാർ പുഴയിലേക്ക് മറിഞ്ഞ് 4 മരണം. നിയന്ത്രണം വിട്ട ബൈക്കടിച്ച് യുവാവ് ഗുരുതരാവസ്ഥ. ബൈക്ക് ഓടിച്ചിരുന്നാണ് നന്നായി മദ്യപിച്ചിരുന്ന പോലീസുകാർ പറഞ്ഞു. ഇടിച്ചിട്ട് നിർത്താണ്ട് പോയവനെ പിന്നെ നാട്ടുകാരെ പിടിപിടി പോലീസിലേൽപ്പിച്ചത്. റോഡിലേക്ക് ഇറങ്ങുമ്പോ പാപ്പുട്ടിക്ക, നിങ്ങൾ രാവിലെ ഇവരോട് കുത്തിരിക്കരുത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കടയിൽ പോയി ഒരു ചായെങ്കിലും കുടിക്കും. ഒക്കെ ശരിയാവും, അവനൊന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ എന്റെ കൂടെ. ശരി. മാഡം, ഞങ്ങളുടെ കബീറിനിപ്പോ എങ്ങനെയുണ്ട്? ഐ ആം വെരി സോറി. പേഷ്യന്റ് ഇഞ്ചുറി തലയ്ക്കാണ്, ബ്രെയിൻ ഡാമേജ് ആണ്. ആളിപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് ജീവിക്കുന്നത്. ആൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു. രക്ഷിക്കാൻ പറ്റില്ല. എന്താ ഡോക്ടർ നിങ്ങളോടല്ലേ പറഞ്ഞു ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ. എനിക്ക് ഇയാളൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ് മാഡം? പ്രധാനപ്പെട്ട അവയവങ്ങൾ ഡാമേജ് ആയത് കാരണം നിരവധി രോഗികൾ മരണത്തോട് മല്ലടിക്കുകയാണ്. അവർക്ക് അനുയോജ്യമായ അവയവങ്ങൾ ആരെങ്കിലും ദാനം ചെയ്യാമെങ്കിൽ അവയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഞാൻ പറഞ്ഞത് മസ്തിഷ്ക മരണം സംഭവിച്ച ഈ ചെറുപ്പക്കാരന്റെ അവയവങ്ങൾ, അതായത് കണ്ണ്, കരള മുതലായവ ഇങ്ങനെയുള്ള രോഗികൾക്ക് ദാനം ചെയ്യാമെങ്കിൽ ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അനേകം ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പത്രങ്ങളിലും മറ്റും നമ്മൾ വായിച്ചിട്ടില്ലേ? ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മണ്ണടിഞ്ഞാൽ പിന്നെ ഈ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങൾ എല്ലാവരുമായി ഒന്ന് ആലോചിച്ച് എന്നോട് വന്ന് പറയുക. പക്ഷേ നിങ്ങൾ സമ്മതിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഓർമ്മ വേണം, 12 മണിക്കൂർ മാത്രമേ നമുക്ക് ഈ ചെറുപ്പക്കാരനെ ഇതുപോലെ വെള്ളിലേക്ക് സൂക്ഷിക്കാൻ കഴിയും. ഡോക്ടർ അതൊക്കെ സമ്മതിച്ചാൽ തന്നെ ആർക്കാണ്, ഏത് കൂട്ടർക്കാണ് ഇതൊക്കെ അറിയാണ്ട് കൊടുക്കാൻ പറ്റുമോ? പലർക്കുമായിരിക്കും. അതെന്തിനാ നിങ്ങൾ അറിയണം? ഏത് ജാതിക്കാർക്കാണ്, ഏത് മതക്കാർക്കാണ് ഇതൊക്കെ അറിയാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂലാണ്. ജാതി മതം ഒന്നുമില്ല. ജാതി മതം നോക്കിയല്ല അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. ഏതൊക്കെ അവയവങ്ങൾ എന്തിനൊക്കെ യോജിക്കുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വരുമ്പോൾ ജാതി മതം ഒന്ന് നോക്കാൻ നിർത്തല്ലേ നിങ്ങൾ? ഡോക്ടർ ഇതൊന്നും കൊടുക്കാൻ കഴിയൂല. നമ്മുടെ കബീറിനെ നമുക്ക് ഡോക്ടർ മറ്റൊരു കാര്യം പറഞ്ഞു. നമ്മുടെ കബീറിന്റെ അവയവങ്ങൾ മറ്റാർക്കെങ്കിലുമൊക്കെ മാറ്റിവെക്കാൻ പറ്റും. നമ്മൾ ആലോചിച്ചിട്ട് പറയണമെന്നാ പറഞ്ഞു. കാര്യം ഞാൻ പറയാണ്, അവയവങ്ങൾ അന്യ മതക്കാർക്ക് കൊടുത്താ അത് പടച്ചോൻ പൊറുക്കൂലാട്ടോ.
ഇപ്പൊ ഇക്ക പറഞ്ഞ പഠിച്ചാൻ കൊടുക്കൂടാത്തത്. ഒരു മതവും മനുഷ്യനെതിരെ നയിക്കാം, മറ്റൊരാൾക്ക് നന്മ ചെയ്യുന്നതാണ് ഒരു ദൈവം പറയുന്നില്ല. പിന്നെ ഇക്ക ഇപ്പൊ പറഞ്ഞ ജാതി മത വിശ്വാസം ഉണ്ടല്ലോ, നമ്മളെ കെട്ടിയത് ഈ ഹോട്ടലിൽ വണ്ടി പിടിച്ച് വീണപ്പോ ഈ നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടിയതും അവർ ആശുപത്രി കൊണ്ടുവരും ജാതി മതം വിശ്വാസം നോക്കിയിട്ടല്ല. മനസ്സിലായ വാർത്ത അതായിക്കാളുന്നത്. അതുപോലെ തന്നെ ഇതും ബാപ്പുട്ടിക്കാരന്റെ മോന്റെ അവയവങ്ങൾ ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ അത് കൊടുക്കണമെന്ന എന്റെ അഭിപ്രായം. അങ്ങനെ ഒരു തീരുമാനം എടുത്താ ജാതിക്കാരും മതക്കാരും എന്തൊക്കെ പറഞ്ഞാലും ബാപ്പുട്ടിക്കാരന്റെ കൂടെ ഞങ്ങളുണ്ട്, ഈ നാടുണ്ട്. സമ്മതമാ. ഒരു മനുഷ്യനാവാനാണ് അവനെ പഠിപ്പിച്ചത്. എന്റെ മോന്റെ കണ്ണിലൂടെ മറ്റൊരു മനുഷ്യൻ ഈ ഭൂമിയിലെ വെളിച്ച കാണുവാനെ കാണട്ടെ. എന്റെ മോന്റെ ഹൃദയത്തിലൂടെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയട്ടെ. എന്റെ മോന്റെ കരളിലൂടെ എല്ലാ മനുഷ്യന്റെ ശരീരത്തിലൂടെ ഓടുന്ന ചോര ഒന്നാണെന്ന് തിരിച്ചറിയട്ടെ. മതത്തെയും ജയിച്ച് കാട്ടി മനുഷ്യ നന്മ മാതൃകയാക്കി ബാപ്പൂട്ടി. പല മനുഷ്യരിലൂടെ ബാപ്പൂട്ടി ഇനി മകനെ കാണും. ജാതിയും മതവുമല്ല, മനുഷ്യ സ്നേഹമാണ് വലുതെന്ന് തെളിയിച്ചു ബാപ്പൂട്ടി. ആകാശസീമകൾക്കപ്പുറത്തെത്തുന്ന മഹിതമോ മാനവ സ്നേഹം. ആകാശസീമകൾക്കപ്പുറത്തെത്തുന്ന മഹിതമോ മാനവ സ്നേഹം. ആഴിതന്നാഴങ്ങളെ കാളഗാധമം അവികല സഹജാത സ്നേഹം. ആഴിതന്നാഴങ്ങളെ കാളഗാധമം അവികല സഹജാത സ്നേഹം. അവയവദാനം അവയവദാനം. തുതികൊള്ളും ശാസ്ത്രം നമുക്കായി നൽകിയ വരമാണ് അവയവദാനം. തുതികൊള്ളും ശാസ്ത്രം നമുക്കായി നൽകിയ വരമാണ് അവയവദാനം. ശാസ്ത്രത്തിൻ വരദാനം അവയവദാനം.